രാവിലെ തന്നെ നായ്ക്കും പൂച്ചയ്ക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം അടുത്ത പണിയെന്ന് പറയുന്നത് നേരെ മുറ്റടിക്കൽ പോവുകയാണ് കേട്ടോ. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുറ്റം മാത്രമല്ല റോഡും കൂടെ അടിക്കണം കേട്ടോ. അപ്പോൾ മോൾ എണീക്കുന്നതിന് മുന്നേ ഇതും കൂടെ അങ്ങോട്ട് കഴുകുകയാണെങ്കിൽ വേഗം കുളിച്ച് പിന്നെ കയറിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വേഗം മുറ്റടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു റോഡും കൂടെ അടിക്കണം കേട്ടോ. ഏതായാലും മുറ്റം അടിച്ചു, റോഡും അടിച്ചു, എല്ലാം അടിച്ച് നല്ല വൃത്തിയാക്കി തന്നെ വെച്ചിട്ടുണ്ടേ. അപ്പോഴത്തേക്ക് ഇനി ഞാൻ വേഗം പോയിട്ട് മോളെ ഒന്ന് വിളിച്ചെണീപ്പിച്ച് പല്ലൊക്കെ തേച്ച് അവൾക്കിനി വേഗം ചായ കൊടുക്കണം. സ്കൂളിൽ പോകാനുള്ള കുട്ടിയാണ് കേട്ടോ. 10 മണിയാകുമ്പോൾ പോയാൽ മതി, അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ അടുത്ത് തന്നെയാണ് സ്കൂൾ. അങ്ങനെ അവൾക്ക് വേണ്ടിയിട്ട് പുട്ടും പഞ്ചസാരയാണ് കേട്ടോ. ഏതായാലും കറിയൊന്നും അവൾക്ക് ഇഷ്ടമില്ല. ഇങ്ങനെയെങ്കിലും ഇങ്ങനെ അങ്ങനെയെങ്കിലും ഒന്ന് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അവൾക്ക് വേഗം പുട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അവൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ചോറും കറിയൊക്കെ ഒന്ന് സെറ്റാക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മമ്പയറാണ് കേട്ടോ ശരിയാക്കുന്നത്. അപ്പോൾ കുക്കറിലിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിനെ നല്ലപോലെ ഒന്ന് വറവിടുകയാണ്. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ആ ഒരു പൊട്ടറ്റോയും കൂടെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതുപോലെ പൊട്ടറ്റോയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ രണ്ടും കൂടെ പെട്ടെന്ന് തന്നെ ആയിക്കോളും ചെയ്യുള്ളൂ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് പയറിന് വേണ്ടിയിട്ട് ആക്കി വെച്ചതൊക്കെ നല്ലപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളകും കൂടി ഇട്ടാൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഏതായാലും വേവിച്ച് വെച്ചിട്ടുള്ള വൻപയർ ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുകയാണ്. ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമ്മുടെ പൊട്ടറ്റോനെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് അതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കറിക്കാണെങ്കിൽ കുറച്ച് വെള്ളരിക്കറി നേരത്തെ ആക്കി വെച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ.